This call is now being recorded. So budget in Parliament ആണ് Article 112 of the Constitution dealing with the budget. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ ഉള്ളത് നമ്മൾ നോക്കിയാലേ എന്തൊക്കെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ പറയുന്നത്. ആക്ച്വലി ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ബഡ്ജറ്റ് നമുക്കറിയാം, രണ്ട് ബഡ്ജറ്റ് ആണുള്ളത്. ബിക്കോസ് റെയിൽവേ ബഡ്ജറ്റ് നമ്മൾ സെപ്പറേറ്റ് ആണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ബഡ്ജറ്റ്, നെയിംലി ദ railway budget and the general budget. Railway budget consists of the estimates of receipts and expenditure of railway ministry, and the general budget consists of the estimate of receipts and expenditure of all ministries of government of India except the railway ministry. So government of India നമുക്ക് രണ്ട് ബഡ്ജറ്റ് ആണുള്ളത്, ഓർത്ത് വെക്കുക, ജനറൽ ബഡ്ജറ്റ് ആൻഡ് റെയിൽവേ ബഡ്ജറ്റ്. അപ്പോൾ എല്ലാ മിനിസ്ട്രീൻ്റെയും എക്സ്പെൻഡിച്ചർ ആണ് ജനറൽ ബഡ്ജറ്റിൽ പറയുന്നത്, എക്സെപ്റ്റ് റെയിൽവേ മിനിസ്ട്രി. റെയിൽവേ മിനിസ്ട്രീൻ്റെ എക്സ്പെൻഡിച്ചർ ആണ് റെയിൽവേ ബഡ്ജറ്റിൽ പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർലമെന്റ്, അല്ലെങ്കിൽ റോൾ ഓഫ് പാർലമെന്റ്. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് ദി പാർലമെന്റ്? എന്തൊക്കെയാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? ദ പാർലമെന്റ് ഹാസ് എ മൾട്ടി ഫങ്ഷണൽ റോൾ വിച്ച് ആർ നമുക്ക് താഴെ കാണാം. എന്താണ് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പവേഴ്സ്? വൺ ഈസ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. വാട്ട് ഈസ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്? The primary function of parliament is to make laws for the governance of the country. ഇപ്പോൾ പാർലമെന്റിൽ എന്താ ചെയ്യുന്നത്? ബില്ല് പാസ് ചെയ്ത് അതൊരു ആക്ട് ഓർ ലോ ആയിട്ട് വരും, അതാണല്ലോ ചെയ്യുന്നത് അല്ലേ. സോ ദ പ്രൈമറി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ പാർലമെന്റ് ഇസ് ടു മേക്ക് ലോസ് ഫോർ ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി. ഇറ്റ് ഹാസ് പവർ ടു മേക്ക് ലോസ് ഓൺ ദ 100 സബ്ജക്ട്സ് enumerated in the union list and on the residuary subjects. അപ്പോൾ ഒരു യൂണിയൻ ലിസ്റ്റിൽ പരാമർശിക്കുന്ന ഒരു 100 ഡിഫറെന്റ് സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നിയമ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പവർ ആയിരിക്കുന്നത് പാർലമെന്റിലുണ്ട്. ഓക്കെ, അതുകൂടാണ്ട് വേറെ കുറെ റെസിഡ്യൂറി സബ്ജക്ട്സ് ഉണ്ട്, അതിലും ചെയ്യാൻ വേണ്ടി പറ്റും. വിത്ത് റിഗാർഡ് ടു കൺകറന്റ് ലിസ്റ്റ് വിച്ച് ഹാസ് 52 സബ്ജക്ട്സ്, ദ പാർലമെന്റ് ഹാസ് ഓവർറൈഡിംഗ് പവേഴ്സ്. ദാറ്റ് ഈസ് the law of the parliament prevails over the law of the state legislature in case of a conflict between the two. ഇപ്പോൾ സ്റ്റേറ്റ് പാർലമെന്റുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിൽ വരികയാണെങ്കിൽ, നമുക്കറിയാം എല്ലാ സ്റ്റേറ്റിലും അവരുടേതായ പാർലമെന്റുകൾ കൂടാം അല്ലെ. ഇത് സെൻട്രൽ പാർലമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം എന്താണ്, ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ എനി കോൺഫ്ലിക്ട് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ ദറ്റ് സ്റ്റേറ്റുമായിട്ട് കോൺഫ്ലിക്ട് വന്നാൽ ദ പാർലമെന്റ് ഇസ് ഹാവിംഗ് ദ ഓവർറൈഡിംഗ് പവേഴ്സ് അല്ലെ. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റുമായിട്ടുള്ള അവരുടെ ഇതുമായിട്ട് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയൊരു നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലുമായിട്ട് കോൺഫ്ലിക്ട് വരികയാണെങ്കിൽ പാർലമെന്റ് ഹാസ് ഹാവിംഗ് ദ ഓവർറൈഡിംഗ് പവേഴ്സ്. അപ്പോൾ അതെല്ലാം ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർലമെന്റിൽ വരുന്നതാണ്, അല്ലെങ്കിൽ റോൾ ഓഫ് പാർലമെന്റ് വരുന്നതാണ്. പാർലമെന്റ് ക്യാൻ ഓൾസോ മേക്ക് ലോസ് ഓൺ ദ 61 സബ്ജക്ട് enumerated in the state list under certain abnormal circumstances. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള 100 സബ്ജക്ട്സിലും ഇതുപോലത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കൂടാണ്ട് they can also make law on the 61 subjects enumerated in the state list. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന 61 സബ്ജക്ട്സിലും സെൻട്രലിന് അല്ലെങ്കിൽ പാർലമെന്റിന് നിയമ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അണ്ടർ സർട്ടൈൻ അബ്നോർമൽ സർക്കംസ്റ്റാൻസസ്. എല്ലാ കേസിലും അത് ആവശ്യമില്ല, ഓൺലി അണ്ടർ സർട്ടൈൻ അബ്നോർമൽ സർക്കംസ്റ്റാൻസസ്. The parliament makes laws in a skeleton form and authorizes the executive to make detailed rules and regulations. ഓക്കെ, ഇപ്പോൾ പാർലമെന്റ് എന്താണ്, അതിൻ്റെ ഒരു സ്കെൽട്ടൺ ആണ്. ആ ലോവിന്റെ ഒരു സ്കെൽട്ടൺ മാത്രമേ ഉണ്ടാവും. പക്ഷെ അതുകൂടാണ്ട് നമുക്ക് ഈ ലോ മേക്കിംഗ് ഒരുപാട് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും അല്ലെ. ഇതിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവരാണ് അതിന്റെ ഡീറ്റെയിൽഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുക. സോ ജസ്റ്റ് അതിന്റെ ഒരു എന്താ പറയാ, ആ ബില്ലിന് അതിൽ പറഞ്ഞാൽ അതിന്റെ ഒരു ത്രെഡ് മാത്രമായിരിക്കും അവിടെ നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്കെൽട്ടൺ ആയിരിക്കും ഉണ്ടാക്കുക. This is known as delegated legislation or executive legislation or subordinate legislation. Okay, such rules and regulations are placed before the parliament for its examination. So the parliament will be making only a skeleton form of these laws, and authorizes the executive to make the detailed rule and regulations. So that is called അതിനെയാണ് delegated legislation അല്ലെങ്കിൽ executive legislation അല്ലെങ്കിൽ subordinate legislation എന്ന് പറയുന്നത്. And such rules and regulations formed by these authorities or executives will be placed before the parliament for their examination. ഓക്കെ, അതിനുശേഷമേ അത് പാസ്സാക്കത്തുള്ളൂ. ദെൻ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻ ഓഫ് ദി പാർലമെന്റ്. എന്തൊക്കെയാണ് പാർലമെന്റിലുള്ള എക്സിക്യൂട്ടീവ് പവേഴ്സ്?
So executive is responsible to the parliament for its policies and acts. Hence, the parliament exercises control over the executive. Okay. എക്സിക്യൂട്ടീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഏതൊക്കെയാണ് എക്സിക്യൂട്ടീവിൽ വരുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലേ. The parliament exercises control over the executive. The ministers are collectively responsible to the parliament in the general and to the Lok Sabha in particular. Each minister is individually responsible for the efficient administration of his ministry. This means that they continue in office so long as they enjoy the confidence of the majority members in the Lok Sabha. In other words, the Council of Ministers can be removed from office by the Lok Sabha by passing a non-confidence motion. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഈ എക്സിക്യൂട്ടീവ് ആണ് ഈ പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ നിന്ന് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അറ്റോർണി ജനറൽ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് ആണ് ഇത്. പക്ഷേ ഈ പാർലമെന്റ് ക്യാൻ എക്സർസൈസ് കൺട്രോൾ ഓവർ ദിസ് എക്സിക്യൂട്ടീവ്. ബിക്കോസ് നമുക്കറിയാം ഏത് സമയത്ത് ഇംപീച്ച്മെന്റ് വരെ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ, പ്രസിഡന്റ് വരെ പുറത്താക്കാനുള്ള പവർ ആയിരിക്കും പാർലമെന്റിനുണ്ട്. Okay. Also, this Council of Ministers can be removed at any time passing a non-confidence motion. Okay. ഇപ്പോൾ നോൺ കോൺഫിഡൻസ് മോഷൻ പാസ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യാനുള്ള പവറും ഈ പറയുന്ന സഭകൾക്ക്, ലോകസഭയ്ക്കുണ്ട്. ഓക്കെ. സോ ദീസ് ആർ ദി സം എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത്, അല്ലെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി പാർലമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ബിക്കോസ് ദി മിനിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ലോക്സഭയിൽ പർട്ടിക്കുലർ, രാജ്യസഭയിലും ലോക്സഭയിലും എന്താണ് മിനിസ്റ്റേഴ്സിന് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. ദാറ്റ് ഈസ് ഈച്ച് മിനിസ്റ്റർ ഈസ് ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ഫോർ ദി എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഈസ് മിനിസ്ട്രി. This means that they continue in office so long as they enjoy the confidence of the majority members in the Lok Sabha. Otherwise, the Council of Ministers can be removed from office by the Lok Sabha by passing a non-confidence motion. Okay. Then coming to the functions and powers, then coming to the financial powers and functions. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ പവേഴ്സ് പാർലമെന്റിൽ? No tax can be levied or collected and no expenditure can be incurred by the executive without the approval of parliament. അതായത് പാർലമെന്റ് അപ്രൂവ് ഇല്ലാണ്ട് എന്താണ് ടാക്സ് ലെവി ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എടുക്കാനോ ആയിരിക്കും എക്സിക്യൂട്ടീവിന് സാധ്യമല്ല. ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി വിത്ത് ദ അപ്രൂവൽ ഓഫ് ദി പാർലമെന്റ്. ആൻഡ് ദ ബഡ്ജറ്റ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ പാർലമെന്റ് ഫോർ ഇറ്റ്സ് അപ്രൂവൽ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, ബഡ്ജറ്റ് പാർലമെന്റിന് മുമ്പിൽ വെക്കാൻ കാരണം അതിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് അല്ലെ. ആക്ച്വലി എക്സിക്യൂട്ടീവ്സ് ആണ് ഇത് ചെയ്യുന്നതല്ലേ, ഈ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന മിനിസ്ട്രി ലെവലിൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മിനിസ്ട്രിയിൽ എല്ലാവരും കൂടിയിട്ടാണല്ലേ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഒരു വർഷത്തേക്ക്. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ പാർലമെന്റ് ഫോർ ഇറ്റ്സ് അപ്രൂവൽ. പാർലമെന്റ് ഓൾസോ സ്ക്രൂട്ടിനൈസസ് government spending and financial program with the help of its financial committee. There will be financial committee under the parliament, that is public accounts committee will be there, estimates committee will be there, and public undertaking committee will be there. So this spending, the expenditure of the government will be scrutinized by the committee formed under the parliament. ഇപ്പോൾ പറഞ്ഞ ഈ കമ്മിറ്റികളെല്ലാം they bring out the cases of illegal, irregular, unauthorized or improper usage and wastage and extravagance in the public expenditure. ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഏതെങ്കിലും രീതിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള മാറ്റേഴ്സ് വരുന്നുണ്ടോ, കേസസ് വരുന്നുണ്ടോ, ഇറഗുലാരിറ്റി ഉണ്ടോ, അൺഓതറൈസ്ഡ് എന്തെങ്കിലും കടന്നുകയറ്റമുണ്ടോ, എനിവേർ ഇംപ്രോപ്പർ ആയിട്ട് യൂസേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വേസ്റ്റേജ് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ടോ, ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് എക്സ്പെൻഡിച്ചർ കാണിച്ചിട്ട്, അതുപോലെ തന്നെ വേസ്റ്റേജ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടോ, ഇനി ടൈപ്പ് എക്സ്ട്രാവാഗൻസ് കാണിക്കുന്നുണ്ടോ ഇതിൽ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ അവർ ചെക്ക് ചെയ്യുന്നത്. The budget is based on the principle of annuality, that is the parliament grants money to the government for one financial year. സോ ഇത് ബഡ്ജറ്റിലാണ് പാസ്സാവുന്നത് പാർലമെന്റിൽ. അപ്പോൾ പാർലമെന്റ് എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കാനുള്ള മണിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പണമാണ് അതിൽ നീക്കി വെക്കുന്നത് അല്ലെ ഒരു ബഡ്ജറ്റിൽ. If the granted money is not spent by the end of the financial year, then the balance expires and returned to the consolidated fund of India. So there is a consolidated fund of India. So അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് പ്രസിഡന്റിനാണ്. അല്ലെങ്കിൽ he can take the fund or loan from, or this he can take advances money from this consolidated fund of India
in the case of any type of emergency situation, financial emergency situation, or any type of unforeseen expenditure happen. ആ കേസിലൊക്കെ പ്രസിഡന്റിന് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് നിന്ന് പണം എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. So if the granted money for the budget for one financial year, if it is not spent by the end of the financial year, then the balance expires and returns to the consolidated fund of India. This practice is known as the rule of lapse. So നിങ്ങളോട് ചോദിക്കാം എന്താണ് റൂൾ ഓഫ് ലാപ്സ് എന്ന് ചോദിച്ചാൽ, ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർലമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ ഓഫ് ലാപ്സ് എന്ന് ചോദിച്ചാൽ ഇതാണ്, the money that is the budget is based on the principle of annuality. That is, the parliament grants money to the government for one complete financial year. So if the granted money is not spent by the end of that financial year, then the balance will be expired and it will return to the consolidated fund of India. Okay, this practice is known as rule of lapse. It facilitates effective financial control by the parliament. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് constituent powers and functions. What are the different constituent powers and functions of the parliament? The parliament can amend the constitution in 3 ways. Constitutional powers, constituent powers and functions പറയുന്നത് എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ അമെൻമെന്റ്സ് ചെയ്യാനുള്ള അധികാരം വരുന്നതായിരിക്കാണ് പാർലമെന്റ്. അല്ലെ, അതിന് ഭൂരിപക്ഷം വേണം. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ്? The parliament can amend the constitution in 3 ways. One is by simple majority. See, they are having a majority in the parliament. ഒരു ഗവൺമെന്റിന് അമെൻമെന്റ്സ് കൊണ്ടുവരാം കോൺസ്റ്റിറ്റ്യൂഷനിൽ. And in certain cases they should require a special majority. By special majority, but with the consent of half of the state legislature by simple majority. അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് പറഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടാവുകയും വേണം, പിന്നെ അത് കൂടാണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ സിമ്പിൾ മെജോറിറ്റി ഉണ്ടാവണം. ഈ ഒരു 3 കേസസിൽ എന്ത് ചെയ്യാം? ദേ ക്യാൻ അമെൻഡ് ദി ബിൽസ്, അല്ലെ, അല്ലെങ്കിൽ amend the constitution acts. Simple majority means a majority of the member present and voting in each house of parliament. Okay, simple majority means a majority of the members present and voting in each of the parliament. Special majority means a majority more than 50% of the total membership of each house and a majority of not less than 2/3 of the members present and voting in each house. അപ്പോൾ 50%-നേക്കാളും കൂടുതൽ ആയി വരുന്ന ഒരു മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. The power to initiate the process of the amendment of the constitution lies exclusively in the hands of parliament and not the state legislature. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ആരുടെ കയ്യിലാണ്? പാർലമെന്റ് കയ്യിലാണ്. നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. ഓക്കെ, there is only one exception, that is the state legislature can pass a resolution requesting the parliament for the creation or abolition of the legislative council in India, in the state. There is an exception. The state legislature can pass a resolution requesting parliament for the creation or abolition of the legislative council in the state. So അങ്ങനെ ഒരു കാര്യം മാത്രമാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. The parliament can amend any provision of the constitution except the basic feature of the constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചർ ഒഴിച്ചുകൊണ്ടുള്ള ഏത് രീതിയിൽ അമെൻമെന്റ്സും ആർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ പറയുന്ന പാർലമെന്റിന് ചെയ്യാൻ വേണ്ടി പറ്റും. Judicial powers and functions. The judicial powers and functions of the parliament include the following. It can impeach the president for the violation of the constitution. നമുക്കറിയാം, പ്രസിഡന്റ് ഇംപീച്ച് ചെയ്തിട്ട് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യിക്കാനുള്ള പവർ ഉണ്ട്, അല്ലെ. ഇറ്റ് ക്യാൻ റിമൂവ് ദ വൈസ് പ്രസിഡന്റ് ഫ്രം ഹിസ് ഓഫീസ്. വൈസ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇറ്റ് ക്യാൻ റെക്കമെൻഡ് ദ റിമൂവൽ ഓഫ് ജഡ്ജസ്. They can also recommend the removal of judges, including the chief justice of the Supreme Court and the High Courts. Okay, അപ്പോൾ ജഡ്ജസ്, ഹൈക്കോർട്ടിന് സുപ്രീം കോടതി ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാം. ആൻഡ് ഓൾസോ റിമൂവൽ ഓഫ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ കോംട്രോളർ, ഓഡിറ്റർ ജനറൽ, ഇതിനൊക്കെ ഇവരൊക്കെ റിമൂവ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആർക്ക് കൊടുക്കാം? പ്രസിഡന്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെ. It can publish its members or outsiders for the violation of its freedom or its disrespect.
മെമ്പേഴ്സിനെ പണിഷ് ചെയ്യാം, പുറത്തുള്ള ഔട്ട്സൈഡേഴ്സിനെ പണിഷ് ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട് അല്ലെ. അതൊക്കെ അതിന്റെ ജുഡീഷ്യൽ പവേഴ്സിൽ വരുന്നതാണ്. ഫോർ എനി വയലേഷൻ ഓഫ് ഇറ്റ്സ് ഫ്രീഡം ഓർ ഇറ്റ്സ് ഡിസ്റെസ്പെക്ട്. ദെൻ electoral powers and functions. എന്തൊക്കെയാണ് electoral powers and functions വരുന്നത്? Parliament participates in the election of the president along with the state legislative assemblies and elects the vice president. അല്ലെ. അപ്പോൾ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനെ ഇലക്ഷനിലൂടെ വിജയിപ്പിക്കാൻ ഇലക്ടോറൽ പവേഴ്സും ആയിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പാർലമെന്റിലാണ് ഭൂരിപക്ഷ വോട്ടിംഗ് ഷെയറും വരുന്നത് അല്ലെ ഇലക്ഷന് വേണ്ടിയിട്ട്. Lok Sabha elects its speaker and deputy speaker while the Rajya Sabha elects its deputy chairman. അപ്പോൾ ഈ ഓരോ പൊസിഷനിലെ ആൾക്കാരെ എലക്ട് ചെയ്യുന്നത് ആ ഒരു പാർലമെന്റ് മെമ്പേഴ്സ് തന്നെയാണ്. The parliament is also authorized to make laws to regulate the elections to the offices of president and vice president, to both the houses of parliament and to both the houses of the state legislature. And the parliament is also authorized to make laws to regulate the elections to the offices of the president. അപ്പോൾ ഈ നിയമ നിർവ്വഹണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള പവർ ആയിരിക്കുന്നുണ്ട് പാർലമെന്റ്. ഏതിൽ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ടോറൽ പവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. in order to make laws to regulate the elections to the offices of the president and vice president. പിന്നെയോ ഈ പറയുന്ന ലോക്സഭ, രാജ്യസഭ, അതുകൂടാണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമ നിർവ്വഹണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അധികാരം അല്ലെങ്കിൽ പവർ പാർലമെന്റിനുണ്ട്. അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. വേറെ എന്തൊക്കെ പവേഴ്സ് ഉണ്ട്? Parliament serves as the highest deliberative body in the country. It discusses various issues of national and international importance. It approves national, state and financial emergencies declared by the President. It can create or abolish the State Legislative Council on the recommendation of the concerned State Legislative Assembly. It can increase or decrease the area, alter the boundaries and change the name of state of the Indian Union. So, ഇപ്പോൾ ഈ പറയുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സും ആർക്ക് വരുന്നത്? പാർലമെന്റിൽ വരുന്നതാണ് അല്ലെ. കാരണം it improves national, state and financial emergencies declared by the president. It approves. It can create or abolish the state legislative council on the recommendation of the concerned state legislative assembly. അപ്പോൾ അതിനെ അബോളിഷ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെയോ ഇറ്റ് ക്യാൻ ഓൾസോ ഹാവ് ദ പവർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഏരിയ ഓർ ആൾട്ടർ ദ ബൗണ്ടറീസ് ആൻഡ് ടു ചേഞ്ച് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ. It can regulate the organization and jurisdiction of the Supreme Court and High Court and can establish a common High Court for 2 or more states. നമുക്കറിയാം ചില രണ്ട് സംസ്ഥാനത്തിലൊക്കെ സിംഗിൾ ഹൈക്കോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവരാനും അതിന് വേണ്ട ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാക്കാനുമുള്ള പവർ, സ്പെഷ്യൽ പവർ അല്ലെങ്കിൽ അതർ പവേഴ്സ് വരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും പാർലമെന്റിനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർലമെന്റിനെ കുറിച്ചിട്ട് ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ദി യൂണിയൻ ജുഡീഷ്യറി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ മാത്രം അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമേ ഈ ഒരു അവറിൻ്റെ അറ്റൻഡൻസ് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ ലാസ്റ്റ് മാത്രം അറ്റൻഡൻസ് എടുക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാരൊന്നും ഇല്ല. ഇപ്പം ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് യൂണിയൻ ജുഡീഷ്യറി. So in our country we have a single system of judiciary and we do not have two types as the United States like two type judiciary in the USA, okay, but we have only a single system of judiciary. And the Supreme Court of our country is the highest apex court and its verdicts are final in the constitutional matters. Constitutional matters il Supreme Court ആണ് highest apex പറയുന്നത്. അപ്പോൾ Supreme Court ന്റെ verdict ആണ് final verdict. ആൻഡ് അത് നമുക്കറിയാം, ഇതിന് മുമ്പുള്ള കോർട്ടിന്റെ വേർഡിക്സ് എന്തായാലും അതിനെ ഓവർറൈഡ് ചെയ്യാനുള്ള പവർ സുപ്രീം കോർട്ടിനുണ്ട്. ഓക്കെ, ഏർലി ഡിസിഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിഫറെന്റ് കോർട്സ് ഉണ്ടാക്കുന്ന ഡിസിഷൻസിനെ ഓവർറൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. The judicial system of a country takes up disputes and gives judgment based on the laws. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റം ആക്ച്വലി എന്താണ് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഡിസ്പ്യൂട്ട്സ് ഓഫ് ദ ഗവൺമെന്റ്, അത് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ്, ഇപ്പം നിയമവ്യവസ്ഥയിലുള്ള ഡിസ്പ്യൂട്ട്സുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത്, ഫൈനൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് ആണ് ഫൈനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
the Union Judiciary എന്ന് പറഞ്ഞാൽ its function is to take up the disputes and give judgment based on the laws for the disputes. അതിനെ തീർപ്പാക്കുക എന്നതാണ് അവരുടെ കർത്തവ്യം അല്ലെ. Both the judiciary and the laws plays an important role in the society. The court of law performing the important task of protecting the life, property, dignity and the right of the citizens. അപ്പോൾ കോർട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കോർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാധാരണക്കാരുടെ ജീവനും പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റിയും അവരുടെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു കടമയാണ് ഈ പറയുന്ന കോർട്സിനും അല്ലെങ്കിൽ ഈ ലോ നിയമങ്ങൾക്കൊക്കെ ഉള്ളത്. They are not controlled by either the legislature or the executive. So this judiciary system cannot be controlled by the executive or the legislature. They are expected to function importantly and independently. Thus, in a country, judiciary plays the important role of interpreting and applying laws and adjudicating upon controversies between one citizen and another citizen. Adjudicating എന്ന് വെച്ചാൽ എന്താണ്, അതിനൊരു തീർപ്പാക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു വിധി പറയുക, അതിനാണ് നമ്മൾ adjudicating എന്ന് പറയുന്നത്. സോ ഒരു രാജ്യത്ത് എന്താണ്, the judiciary plays the important role of interpreting and applying laws and adjudicating upon controversies between one citizen and another citizen, അല്ലെങ്കിൽ സ്റ്റേറ്റ് തമ്മിലുള്ളതാവാം അല്ലെ. ഈ പറയുന്ന ഡിസ്പ്യൂട്ട്സ് പറയുന്നത് സിറ്റിസൺസ് തമ്മിലുള്ള രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലുള്ളതാവാം, അതിർത്തി പ്രശ്നമാവാം സ്റ്റേറ്റ്സിന്റെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിവർ ബേസ്ഡ് പ്രശ്നമാവാം, നമുക്കറിയാം അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. To maintain rule of law and to assure that the government runs according to law, that is the aim of the Union Judiciary in a country with a written constitution. The judiciary is having additional functions of safeguarding the supremacy of the constitution by interpreting and applying its provisions and keeps all authorities within the constitutional framework. അതുകൂടാണ്ട് ജുഡീഷ്യറിന്റെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ സേഫ്ഗാർഡ് ചെയ്യാം അല്ലെ. എല്ലാ വ്യക്തികളെയും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കിന്റെ അകത്തുകൂടി മാത്രം കണ്ട് അകത്തുകൂടി മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി അനുവദിക്കുക തുടങ്ങിയ അഡീഷണൽ ഫങ്ഷൻസും കൂടിയുണ്ട് യൂണിയൻ ജുഡീഷ്യറിക്ക്. ഓക്കെ, യൂണിയൻ ജുഡീഷ്യറിയിൽ നിന്ന് ഏറ്റവും പരമാധികാരമായ കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണല്ലേ. നമ്മളിപ്പോൾ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതിൽ സുപ്രീം കോർട്ടും കൂടി നോക്കുന്നുണ്ട്. ഇതുപോലെ ഹൈക്കോർട്ട്സ് ഒക്കെ ഉണ്ട്. അത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ ഹൈക്കോർട്ട്സ് നോക്കും. സോ ഇത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് other 25 other judges. So the Supreme Court consists of the Chief Justice and 25 other judges. Okay, അപ്പോൾ 26 പേരാണ് ജഡ്ജ് ആയിട്ടുണ്ടായാലും one will be the Chief Justice. It is created by an Act of Parliament, Article 124, and located in New Delhi. So you all know that the Supreme Court is located in New Delhi. Supreme Courtuമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നത് Article 124 in the Indian Constitution. The Chief Justice and judges of the Supreme Court are appointed by the President. The Chief Justice and the judges of the Supreme Court are appointed by the President. Already we have discussed while discussing about the President. President ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയതാണ്. Then she should be a citizen of India. അതിന്റെ ജഡ്ജാണ് ക്വാളിഫിക്കേഷൻ. Citizen of India ആണല്ലേ. She should have been a High Court judge for at least 5 years or an advocate of the High Court for at least 10 years. അതിന്റെ യോഗ്യത എന്തെല്ലാമാണ് അല്ലെ, അതിന്റെ ക്വാളിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, he should be a citizen of India. Then at least 5 years ഏതെങ്കിലും ഹൈക്കോർട്ട് ജഡ്ജ് ആയിട്ട് ഉണ്ടാവണം. Then he can be nominated as a സുപ്രീം കോർട്ടിലേക്ക് നോമിനേറ്റ് ചെയ്യാം ജഡ്ജായിട്ട്, മീൻസ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അല്ലെങ്കിൽ ജഡ്ജായിട്ട് നോമിനേറ്റ് ചെയ്യാം. or അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 10 years, 10 വർഷമെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ട് ഒരു ഹൈക്കോർട്ടിൽ ഉണ്ടാവണം. ഓർ എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ്. ജൂറിസ്റ്റ് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു നിയമവിദഗ്ധൻ എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇത് അതർവൈസ് ഈ ഷുഡ് ബി എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ്. അപ്പോൾ ഈ ഒരു കേസസിൽ ആരുവാണെങ്കിലും നമുക്ക് എന്താ ചെയ്യാം, ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജസ് ആയിട്ട് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസുകളായിട്ട് നിയമിക്കാൻ വേണ്ടി പറ്റും. ദെൻ ഏജ് റെസ്ട്രിക്ഷൻസ് പറയുന്നത് ഏജ് ഓഫ് ദ റിട്ടയർമെന്റ് ഓഫ് ജഡ്ജസ് 65
65 years. Then after retirement, he cannot practice as an advocate in any court. So after 65 years of age is the retirement age, and after retirement he cannot practice in any of the as an advocate in any of the court. If the judges are found guilty while discharging their duties, they can be removed from their office by the president. So അങ്ങനെ ഒരു അധികാരം ആയിരിക്കും പ്രസിഡന്റിനുണ്ട് കൃത്യമായിട്ട്. അല്ലെങ്കിൽ any guilty is found in discharging their duties, then the president has the power to remove the judges from their office, its office. The acting chief justice can be appointed by the president. If the office of the chief justice of India falls vacant, then he or she is unable to perform. Otherwise, she is unable to perform her duties due to the absence or otherwise. അപ്പോൾ ഈ പ്രസിഡന്റിന് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. എന്താണ്, എപ്പോഴാണ് ഇത്ത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അത് അയാൾ റിസൈൻ ചെയ്ത് പോയാലോ അയാൾ റിട്ടയർ ചെയ്ത് പോയാലോ വേക്കൻസി വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ ഡ്യൂ ടു ഹിസ് ആബ്സെൻസ് ബൈ എനി മീൻസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ അപ്പോയിന്റ് ദി ചീഫ് ജസ്റ്റിസ് ആസ് ആൻ ആക്ടിംഗ് ജഡ്ജ് ആസ് ആൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. സീനിയർ മോസ്റ്റ് ജഡ്ജിനായിരിക്കും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നത്. Then what are the functions of the Supreme Court? Functions already നമ്മൾ കുറച്ച് ഫംഗ്ഷൻ നമുക്കറിയാം അല്ലെ. റിസോൾവിംഗ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. നമ്മൾ യൂണിയൻ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ തന്നെ ഫംഗ്ഷൻസ് പറഞ്ഞു. സെയിം തന്നെയാണ് സുപ്രീം കോർട്ടിന്റെ ഫംഗ്ഷൻസ്. റിസോൾവിംഗ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. യൂണിയനും സ്റ്റേറ്റും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. സ്റ്റേറ്റ് പരസ്പരം ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. സിറ്റിസൺസ് പരസ്പരം സിറ്റിസൺ. ഇതിന്റെയൊക്കെ അന്തിമ തീർപ്പാക്കുന്നത് എവിടെയാണ്? സുപ്രീം കോർട്ടിലാണ്. So we need to resolve those disputes based on the constitutional rules and laws, and based on the laws in the country. Okay. Issuing writs to safeguard the fundamental rights of the citizen, interpreting the provisions of the constitution, giving advice to the president of India. These are the different functions of the Supreme Court of India. So jurisdiction of Supreme Court. അപ്പോൾ എന്തൊക്കെയാണ് സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. So there are different types of jurisdictions. Original jurisdiction. So as a federal court, the Supreme Court decides the disputes between different units of the Indian Federation. More elaborately, any dispute between the center and one or more states. സ്റ്റേറ്റും സെൻറ്ററും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ഇല്ല തീർപ്പാക്കുക. The center and any state or states on one side and one or more states on the other side. അല്ല, സെൻറ്ററും ഒരു സ്റ്റേറ്റും ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്, അല്ലെങ്കിൽ സെൻറ്ററും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സും മറുവശത്തായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ ബിറ്റ്വീൻ ടു ഓർ മോർ സ്റ്റേറ്റ്സ്, രണ്ടോ കൂടുതലോ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഫെഡറൽ ഡിസ്പ്യൂട്ട്സ് ആണ്. ബിക്കോസ് ഫെഡറൽ ആയിട്ടാണ് ഓരോ സ്റ്റേറ്റും, ഈ സ്റ്റേറ്റ്സ് ആർ ഹാവിങ് ഇറ്റ്സ് ഓൺ ഫെഡറൽ സിസ്റ്റംസ്. പക്ഷെ അത് കംപ്ലീറ്റ് ഫെഡറൽ ആണോ എന്ന ഒരു ക്വാസി ഫെഡറൽ പവർ മാത്രമേ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് കൊടുത്തിട്ടുള്ളൂ. USA പോലെയുള്ള ഒരു കംപ്ലീറ്റ് ഫെഡറൽ സിസ്റ്റം അല്ല നമുക്കുള്ളത്. സോ ഓൺലി ക്വാസി ഫെഡറൽ എന്ന് വിളിക്കാം. അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ ഫെഡറൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയും. സ്റ്റേറ്റും വേറെ സ്റ്റേറ്റും തമ്മിലുള്ളത്. അപ്പോൾ ഒരു കുറേ സ്റ്റേറ്റുകളും സെൻട്രലും തമ്മിലുള്ളത്, സെൻട്രലും ഒരു സ്റ്റേറ്റും തമ്മിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഫെഡറൽ ഡിസ്പ്യൂട്ട്സിലൊക്കെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോർട്ടിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. വിത്ത് റിഗാർഡ് ടു the dispute must involve a question. About with regard to the original jurisdiction of Supreme Court, the 2 points should be noted. That's one is the dispute must involve a question, whether of a law or fact, on which the existence of the legal rights depends. Thus, the question of political nature are excluded from it. So, political nature ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടിന്റെ കേസിലാണ് അത് ഇടപെടുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഈ സുപ്രീം കോർട്ടിനുള്ളത്. എനി സ്യൂട്ട് ബ്രോട്ട് ബിഫോർ ദ സുപ്രീം കോർട്ട് ബൈ എ പ്രൈവറ്റ് സിറ്റിസൺ അഗെയിൻസ്റ്റ് ദ സെൻറ്റർ ഓർ എ സ്റ്റേറ്റ് ക്യാൻ നോട്ട് ബി എന്റർടൈൻ അണ്ടർ ദിസ്. ഓക്കെ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സിറ്റിസൺ കൊണ്ടുവരുന്നതല്ല, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഡിസ്പ്യൂട്ട്സുകളാണ് ഇവിടെ വരുന്നത്. Writ jurisdiction is another type of jurisdiction. The Supreme Court is the guarantor and defender of the fundamental rights of the citizen.
The Supreme Court is empowered to writs including ഇപ്പോൾ ഒരുപാട് റിട്സുകൾ കൊടുക്കാറുണ്ടല്ലോ. എന്താണ് റിട്സ് എന്നുള്ളത് പറയാം. ഹേബസ് കോർപ്പസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാൻഡമസ് കേട്ടിട്ടുണ്ടാവും, പ്രൊഹിബിഷൻസ്, കോ വാറണ്ടോ, സെറ്റ്യോററി. അപ്പോൾ ഇതുപോലത്തെ കുറെ റിട്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇൻ ദിസ് റിഗാർഡ് സുപ്രീം കോർട്ട് ഹാസ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ആൻ aggrieved citizen can directly go to the Supreme Court, not necessarily by way of appeal. However, the writ jurisdiction of the Supreme Court is not exclusive. അപ്പോൾ ഈ സുപ്രീം കോർട്ടിന് പറ്റുന്ന വേറൊരു ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അത് കൂടാണ്ട് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനിൽ കുറേ കാര്യങ്ങൾ വരുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് ഈസ് ദർ, സിവിൽ മാറ്റേഴ്സ് ഈസ് ദർ, ക്രിമിനൽ മാറ്റേഴ്സ് ദർ, അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് ഉണ്ട്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ അത് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. Then these are the then advisory jurisdiction or consultative jurisdiction, then court of record, power of judicial review, appeal by special leave. അതാണ് ഞാൻ പറഞ്ഞ ഡി എന്നുള്ള കാര്യം. So these are the different jurisdiction of the Supreme Court. ഇത്രയും ഈ jurisdictionുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.